സ്വന്തമായിട്ടൊരു തലച്ചോറുണ്ടായിരുന്നു. അവര് സ്വന്തമായിട്ട് ആ തലച്ചോറ് തന്നെ ഉപയോഗിച്ചു. എങ്ങനെ? സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് പണിയെടുക്കാൻ ശ്രമിച്ച ആളുകളാണ് ഈ ബിസിനസ് നിർത്തി പോയിട്ടുള്ളത്. അപ്പൊ പ്രോസ്പെക്ട് എന്ത് ചെയ്യും? പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളെ തലച്ചോറല്ല മറ്റുള്ള നമ്മളെ അയൽവാസിയുടെ തലച്ചോറ് പുതിയ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മളെ ബ്രെയിൻ തന്നെ ഉപയോഗിക്കാം. അവിടെയാണ് അടുത്ത ഉത്തരം പറയേണ്ടത്. ഇവിടെ വിന്നിംഗ് ടീം എന്നൊരു സിസ്റ്റം ഉണ്ട്. ഈ നമുക്ക് കുറെ അപ്ലയൻസ് ഉണ്ട്, നമുക്കൊരു ടീമുണ്ട്. ആ ടീമാണ് നമ്മൾ കൂടെ നിന്ന് ആ ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ വിജയിക്കും. ഞാൻ വിജയിച്ച ആളുകളെ ഫോളോ ചെയ്തു. വിജയിച്ച ആളുകളെ നോക്കിയപ്പോൾ അവരെല്ലാവരും ഈ സിസ്റ്റത്തിന്റെ പാത പിന്തുടർന്ന ആളുകളാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്ത ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. അല്ലാത്തവരൊക്കെ ഈ ബിസിനസ് പരാജയപ്പെടുന്ന ബിസിനസ് നിർത്തിപ്പോയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഉൽപ്പന്നങ്ങൾ വളരെ വില കൂടുതലല്ലേ? ആണോ? ആണോ? അല്ല. അത് ആർക്കാ പറയാൻ പറ്റുക? ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച വ്യക്തികൾക്ക് അല്ലേ? ഉപയോഗിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആയി അല്ലേ? ഇപ്പൊ നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്നത് പിന്നെ എന്താ നമ്മളെ ടോയ്ലറ്റ് ക്ലീനറുടെ പേരെന്താ പുറത്തുള്ള? എനിക്ക് അറിയില്ല. ഹാർപ്പിക്കാണ് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ പേസ്റ്റാണ്. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് വിമ്മോ പ്രില്ലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് എടുത്ത് പോവുകയാണെങ്കിൽ ഈ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റക്കാവും. തീർച്ചയായിട്ടും സ്റ്റക്കാവും. കാരണം എന്താ? നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളോട് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുക. നമ്മൾ കൺവിൻസ്ഡ് ആവാത്തവരല്ല നമ്മൾ പുറത്ത് ഉപയോഗിക്കാത്തത്. നമുക്ക് വില കൂടുതലാ തോന്നിയോണ്ടല്ല നമ്മൾ ഉപയോഗിക്കാത്തത്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ പ്രോസ്പെക്റ്റിനെ കുറ്റം പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റില്ല അല്ലേ? കാരണം നമ്മൾ ചെന്ന വ്യക്തികളെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു അഗ്രഗണ്യന്മാരാണ് അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം ഇതിനെ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് പറയണം, സാർ ഈ ഉൽപ്പന്നം വളരെയധികം ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷവും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം. ഒരുപാട് നിരീക്ഷണങ്ങൾ നടന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അല്ലേ? ശരിയാണല്ലോ? ഇതും പറയാം. കുറെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അതിലുള്ള ഇൻഗ്രീഡിയൻസ് പലതും നമുക്ക് അത്ര ഹൈ ക്വാളിറ്റി ഉള്ളതും ഹൈ കോസ്റ്റ്ലി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇങ്ങനൊക്കെ ആണെങ്കിൽ ഈ ഉൽപ്പന്നത്തിന് വില കൂടണ സാറേ? കൂടണ്ടേ? പക്ഷെ ഈ ഉൽപ്പന്നത്തിന് വില കുറവാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി. എന്താ പോയി ചെയ്യാ? ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഉൽപ്പന്നം നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒന്ന്. നമുക്ക് അൾട്രാ വാഷ് എന്താ റേറ്റ് വരുന്നത്? 375 MRP അല്ലേ? ആരൊക്കെ പറഞ്ഞു ആൾക്കാരെ? അത് ഞാൻ MRP പറഞ്ഞു. കസ്റ്റമറോടാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര പേരെ പറഞ്ഞു? പറഞ്ഞ ആൾക്കാർ തൊട്ട് നടക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ഏത്? ചാക്കിനുണ്ട് സോചേട്ടന്റെ വീട്ടില്. അപ്പൊ അവര് കാര്യം പറഞ്ഞാൽ സോചേട്ടൻ ഉപയോഗിക്കില്ല, അവിടെ ചാക്കിന് കെട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പറയാം, സാർ ഇതിന് പ്രൈസ് ഹൈ ആണ്, പക്ഷെ കോസ്റ്റ് എന്താ ലോ ആണ്. കോസ്റ്റ് കൺഫ്യൂഷൻ ആയോ? നിങ്ങൾ കൺഫ്യൂഷൻ ആയോ? എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയാമല്ലേ? അറിയാം. പ്രൈസ് പക്ഷെ കോസ്റ്റ് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇത് 375 രൂപയുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ലിറ്ററിലേക്ക് 1 ml എന്നുള്ള രീതിയിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ml മാത്രം ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 100 ദിവസം വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിന്റെ 100 ദിവസം വാഷ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ നിങ്ങളുടെ കോസ്റ്റ് എത്ര വരുന്നത്? 3 രൂപ 75 പൈസ അല്ലേ? നമ്മൾ സോപ്പ് പൊടി വാങ്ങുന്നു, നമ്മൾ അതിന്റെ കൂടെ ഉജാല വാങ്ങുന്നു, സ്റ്റിഫ് ഷൈൻ വാങ്ങുന്നു, ഇങ്ങനെ 4-5 പ്രൊഡക്റ്റ് നമ്മൾ തുണി വാഷ് ചെയ്യാൻ വാങ്ങുന്നു. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 100 ദിവസത്തേക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര ഉണ്ടാവും? ഒരു 1500-2000 രൂപയോളം വരും. സാറിന് വില കുറവല്ലേ? ഇനി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനി പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അവർക്കവിടെ മനസ്സിലായി ഉൽപ്പന്നങ്ങൾക്ക് വളരെ വില കുറവാണ്. എന്നാൽ ഒരു ഗുണം എന്താ? ഇത് ക്വാളിറ്റി ഉണ്ട്, ഇത് റീഫണ്ട് പോളിസി ഉള്ളതാണ്. നമുക്ക് ഉപയോഗിച്ച ശേഷം റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. മാർക്കറ്റിൽ അതിന് പുറത്ത് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ, ഇതുവരെ ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ എനിക്ക് മാറ്റാൻ സാധിക്കില്ല. ഞാൻ എന്തിന് ബ്രാൻഡ് മാറ്റണം? ഇല്ലേ?
ഇന്ന് പല കമ്പനികളും ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ബ്രാൻഡ് ഒന്നും മാറ്റണ്ട, നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ ബിസിനസ് ഉണ്ടാകാറുണ്ട്. പല കമ്പനികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളുകളെ സംബന്ധിച്ച് ബ്രാൻഡ് മാറ്റാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബ്രാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിളസ് ആയിട്ടുള്ള മാറ്റങ്ങൾ ആ ബ്രാൻഡിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാലോ? ഇപ്പൊ നിങ്ങൾ തുണി വാഷ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് അൾട്രാ വാഷ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഡിഷ് വാഷ് എടുക്കാം. നിങ്ങൾ ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ കയ്യിന് അലർജി ഉള്ള ആളുകളാണ് അല്ലെ, പല ആളുകളുണ്ട്. കയ്യിന് അലർജി ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരിപ്പോ വിംബാറോ പ്രില്ലോ ഉപയോഗിക്കുന്ന ആളുകളാവും. അവരടുത്ത് പറയാം, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിന്റെ അലർജി മാറുന്നത് നിങ്ങൾക്ക് ആവശ്യക്കാരനായി ആണോ അല്ലേ? അത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഗുണമാണ്, ഈ പ്രൊഡക്റ്റിന് കിട്ടുന്ന ഗുണം. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്, സാർ നിങ്ങളിപ്പോ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഒരു 10, 20, 30 വർഷമായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുന്നുണ്ട്, ആണ് വാങ്ങുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. നിങ്ങൾ അന്ന് ചെയ്ത പ്രവർത്തനം ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ സാറേ, ഇന്ന് മുതൽ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ മാറ്റി ഉപയോഗിക്കും, ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാണ്, നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്രയും വണ്ടിയിൽ നിങ്ങളെ വീട്ടിലൊരു കാറുണ്ടാവും അല്ലേ? നമുക്ക് ഉറപ്പുവെക്കാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് കാറ് വെക്കാം, കാറ് വാങ്ങാം, നിങ്ങൾക്ക് വീട് വെക്കാം. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം വയ്ക്കാവുന്ന സമ്പത്ത്, ലീവേ ലെഗസി, ഇതെല്ലാം എന്തുണ്ടാവും ഈ ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നത്, ഇന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 10 രൂപയും 20 രൂപയുടെ സാധനം വാങ്ങി നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഇത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൺഫ്യൂഷൻ തീർന്നു. നെക്സ്റ്റ്, എല്ലാ മാസവും ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണ്ടേ? ഇതും ചോദിക്കുന്നതല്ലേ? ഞാൻ എല്ലാ മാസവും വാങ്ങേണ്ടി വരില്ലേ? എന്താ നമ്മൾ പറയാ? നമ്മള് വേഗം പറയും, ഇതൊക്കെ ഇതിപ്പോ കൺസിസ്റ്റൻസി അല്ലേ, വേഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറത് എല്ലാ മാസവും വാങ്ങണം എന്നാ ഞാൻ ആലോചിച്ച് പറയാം അല്ലെ? അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, സാറിത് എല്ലാ മാസവും വാങ്ങണ്ട. സാറിന് ആവശ്യമുള്ള സാധനങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സാർ ഇതിൽ നിന്ന് വാങ്ങിയാൽ മതി അല്ലെ? സാറിന്റെ വീട്ടിലെ പാത്രം കഴുകുന്നത് തീരുമ്പോ അത് ഇതിൽ വാങ്ങാം, സാറിന്റെ വീട്ടിലെ സോപ്പ് തീരുമ്പോ ഇതിൽ നിന്ന് വാങ്ങാം, സാറിന്റെ പേസ്റ്റ് തീരുമ്പോ ഇതിൽ നിന്ന് വാങ്ങാം. നിങ്ങളുടെ ഷോപ്പാണത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഇതിൽ നിന്ന് വാങ്ങാം. ആരും നമ്മൾ അവരുടെ ബിസിനസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ശേഷം പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാം. അതല്ലത് തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഔട്ടായി പോകും. അപ്പൊ ആദ്യം നമ്മളെ പോക്കറ്റിലേക്ക് അവരെ എത്തിക്കുക. എല്ലാ മാസവും ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ട ഈ ഒരു ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി. എല്ലാ മാസവും ഉൽപ്പന്നം വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ കസ്റ്റമർ വളരെ ഹാപ്പിയായി. ഇതിൽ ഇന്ന് എത്ര പേര് റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസി ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാനല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. ഓൾമോസ്റ്റ് നല്ല പേരെടുക്കാം. കൺസിസ്റ്റൻസി ബിസിനസ് ആണ് ഈ ബിസിനസ് ത്രെഡ് അല്ലെ? തീർച്ചയായിട്ടും നിങ്ങളെ ടീമിൽ വന്ന ഇപ്പൊ നമ്മൾ പറയാ, നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല, നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ട്. നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വാങ്ങുമോ? ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഹോട്ടലിലെ മസാല ദോശയ്ക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്നതും പറയാം. നിങ്ങളുടെ ഹോട്ടലിലെ മസാല ദോശയ്ക്ക് ആ ദോശയുടെ പുതിയ ദോശയാണ്, അതൊക്കെ കഴിഞ്ഞു പോയി. നിങ്ങളുടെ ഹോട്ടലിലെ മസാല ദോശയ്ക്ക് 100 രൂപയാണ്, തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിലെ മസാല ദോശയ്ക്ക് 50 രൂപയാണ്. നിങ്ങൾക്ക് ഏതാ ലാഭം? 50 രൂപയുടെ മസാല ദോശ. നിങ്ങൾ തൊട്ടപ്പുറത്ത് പോയിട്ട് മസാല ദോശ കഴിക്കുന്നത് നിങ്ങളെ കസ്റ്റമർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങളുടെ കടയിലേക്ക് പിന്നെ കയറും. കാരണം എന്താ? നിങ്ങളുടെ ഹോട്ടലിലുള്ള മസാല ദോശയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ളതാണ് നിങ്ങൾ അപ്പുറത്തെ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ മസാല ദോശ കഴിക്കുന്നത് അല്ലേ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്, നമ്മൾ പ്രോസ്പെക്ട്സിൽ എന്ന് പറയുന്നതല്ല. അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ അവരെ നിലവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ട സാർ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിയാൽ മതി. നെക്സ്റ്റ്, എനിക്ക് കഴിവില്ല. ഇതും കുറെ ആൾക്കാർ പറയുന്നതല്ലേ, എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല സാർ. നമ്മളെന്താ പറയാ, നമ്മൾ വേഗം നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് പോകും. ഒരിക്കലും പറയും നമ്മൾ എന്തിനാ പോയത്? അദ്ദേഹത്തെ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യിക്കാം. അത് ഈ ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അയാളെ അസോസിയേറ്റ് ചെയ്യിക്കും. ഒരാളും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരില്ല. കാരണം ആരെന്ത് പറഞ്ഞാലും അതിനുള്ള ഉത്തരം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ എനിക്ക് കഴിവില്ല നമ്മളെന്താ പറയും? സാറേ എനിക്കും കഴിവൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്
നമ്മൾക്ക് കഴിവില്ലാതിരിക്കുന്ന നല്ലത്. നമ്മൾക്ക് കഴിവുണ്ടായത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യും അല്ലെ. സാറേ ഇതിനൊരു സിസ്റ്റം ഉണ്ട്, ഒരു ടീമുണ്ട്. എപ്പോഴും ഒരു ടീമിന്റെ പാർട്ടായിട്ട് നിൽക്കാൻ ആൾക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലെ. ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് വലിയ താല്പര്യമുണ്ട്, പക്ഷെ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പറയാം സാറേ ഇതിനൊരു ടീമുണ്ട്, ഈ ടീമാണ് നമുക്ക് അപ്ലൈ ഉണ്ട്, കൂടാതെ ഞാനുണ്ട്, നമ്മളൊക്കെ ഒന്നിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവിനോട് പ്രാധാന്യം ഉണ്ടാവും അല്ലെ. അദ്ദേഹത്തിന്റെ കഴിവിനോട് പ്രാധാന്യമില്ല, നമ്മുടെ കഴിവ് നമ്മളെ ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ തെർമസ്റ്റല്ല. അവിടെ അദ്ദേഹം നമ്മളെ കൂടെ ചെയ്തിട്ടുണ്ടാവും, നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഈ വർക്കിൽ താല്പര്യമില്ല, ഇതും നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇന്നസെന്റ് പറഞ്ഞ പോലെ കുറെ കേട്ടിട്ടും കണ്ടിട്ടുണ്ടല്ലേ. കാരണം ഈ വർക്കിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, സാറേ എന്താ താല്പര്യം ആരെങ്കിലും കാണിച്ചു തരും, അയാൾ ഒഴിവാക്കി അല്ലേ, അങ്ങനെയല്ല ചെയ്ത്. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് തിരിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിക്കുക, സാറ് എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ താല്പര്യമില്ല എന്ന് പറയുന്നത്? ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. സാറിന്റെ സ്വപ്നങ്ങൾക്ക് തീവ്രത ഇല്ലാത്തത് കൊണ്ടാണോ, സാറിന് സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, സാറ് ബിസിനസ് മനസ്സിലാവാത്തതുകൊണ്ടാണോ, സാറിന് സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ സാറ് ബിസിനസ് താല്പര്യമില്ലാന്ന് പറയുന്നത്? സ്വപ്നങ്ങൾ ഇല്ലാന്ന് ആരെങ്കിലും പറയോ? എന്തെങ്കിലും ഒരു ആഗ്രഹം ഇല്ലാന്നുള്ളത് സ്വപ്നങ്ങളില്ല. അപ്പൊ ആ ഇല്ലാത്ത ആള് മനുഷ്യരില്ലാന്ന് കൂട്ടിയാൽ മനുഷ്യരല്ലാത്ത ആളെടുത്ത് പോയിട്ട് പ്ലാൻ പറയേണ്ട കാര്യമുണ്ടോ അല്ലേ? നമുക്ക് ചിന്തിക്കാനും സ്വപ്നം കാണാനുള്ള കഴിവ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? മനുഷ്യന് മാത്രമാണ്. അപ്പൊ സ്വപ്നങ്ങളില്ലാത്ത ആള് മനുഷ്യനല്ല, പിന്നെ അയാൾക്ക് പ്ലാൻ കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മൾ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശുചിയോട്ടം പറഞ്ഞു, ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ പറഞ്ഞു, നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സ്വപ്നങ്ങളുള്ള ആളുകളെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ആ ആളെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും, അവരെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്ക് വർക്കിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം അതാണ്. കാരണം അതിനടുത്ത് പറയാം, സാറേ ഇവിടെ സാറിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന, സാറിന്റെ കാറും വീടും അതേപോലെ സാറിന്റെ ഫോറിൻ ട്രിപ്പും അടുത്ത തലമുറയ്ക്ക് കൈമാറ്റി വെക്കാവുന്ന സമ്പത്തും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അത് സാറിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ? ഇത് സംഭവിക്കാം, മനസ്സിലായില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരാളും ചെറുതാവാൻ സാധ്യതയില്ല. നമ്മളെ മുമ്പിൽ ചെറുതാവോ? അവരെപ്പോഴും അവരെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാവും നിൽക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മളെ പൊസിഷൻ ചെയ്യേണ്ടത് നമ്മളാ അല്ലെ. നമ്മളാ വ്യക്തിയുടെ അടുത്ത് പ്രോസ്പെക്ട് എടുത്ത് പോയിട്ട് സമയത്ത് നമ്മളൊരു അയ്യോ പാവം, പല ആളുകളും ബിസിനസ് നമ്മൾ പ്ലാൻ കാണിക്കാൻ പോകുന്ന സമയത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ പ്ലേസ്മെന്റ് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പ്ലാൻ പറഞ്ഞാലും ജോയിൻ ചെയ്യോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഇങ്ങനെ നിവർന്ന് നമ്മൾ ഇരിക്കണം പ്രോസ്പെക്റ്റിന് മുമ്പില്. അദ്ദേഹം IAS പഠിച്ച ആളാവാൻ ഡോക്ടറോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ബിസിനസ് നിങ്ങളാണ് രാജാവ്. യെസ്, നിങ്ങളാണ് രാജാവ്. ആ ഡോക്ടർക്ക് നമ്മുടെ മുമ്പിലിട്ട് ഡോക്ടറായിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, വക്കീലായിട്ട് ആര് തന്നെ ആയിക്കോട്ടെ, ബാങ്ക് മാനേജർ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ നമ്മളത്ര നോളജ് ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെക്കാൾ നോളജ് ഉള്ളതാണ്. അപ്പൊ അറിവുള്ള ആൾ എങ്ങനെ ഇരിക്കണം? നമ്മൾ വലിയ കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. കോൺഫിഡന്റ് ആയിട്ടിരുന്ന് അദ്ദേഹത്തോട് പ്ലാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനത് നമ്മുടെ മുഖത്ത് ഐ കോണ്ടാക്ട് നിർബന്ധമാണ്. കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കുക, കണ്ണിൽ നോക്കിയോട് സംസാരിക്കുക. നിങ്ങൾ നമ്മുടെ ഫ്ലിപ്ചാർട്ട് നല്ല നല്ല ടൂൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. എത്ര പേര് വാങ്ങിയിട്ടുണ്ട്? എത്ര പേര് ടീമിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട്? 4, 5, 6 പേരെ ടീമിന് വാങ്ങി. അപ്പൊ നിങ്ങൾക്ക് ടീമില്ലേ? ടീമുണ്ട് അല്ലെ. ടീമിനെ സപ്പോർട്ട് ചെയ്യണം, ടീമിലൂടെ വിജയിക്കണം, ടീമിനും വിജയിപ്പിക്കണം. അതിനെന്ത് വേണം? ടൂൾസ് നിർബന്ധമാണ്. നിങ്ങൾ ഇന്ന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ടീമിനോട് ചോദിക്കുക എത്ര ഫ്ലിപ്ചാർട്ട് അവർക്ക് വേണമെന്ന്. അവർക്കുള്ളത് കൂടി നിങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുപോവുക. റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫ്ലിപ്ചാർട്ട് എടുക്കുകയാണെങ്കിൽ, ഇതൊരു ഫ്ലിപ്ചാർട്ട് ആണെങ്കിൽ പ്ലാൻ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട്, അത് ശ്രീദാസ് ഇന്നലെ പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പേന നമ്മുടെ കയ്യിലുണ്ടാവുക. പേന നമ്മൾ ടോപ്പിട്ടായിക്കോട്ടെ ഇളകം മറിച്ചിട്ട് അത് കൊളായി പോകും. അത് നമ്മളിങ്ങനെ വെച്ചിങ്ങനെ പറയാം. അത് പറഞ്ഞതിന് ശേഷം ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിലേക്ക് നോക്കാമല്ലോ. പോയിന്റ് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പേന ഇങ്ങനെ പിടിക്കാം. പേന പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം നേരെ. നിങ്ങൾ ഷട്ടിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കളിക്കുന്നത് കളി കാണുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും?
അല്ലെ? അതായത് ആ ഷട്ടിലിന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. സെയിം പരിപാടിയാണ് അവിടെ ചെയ്യേണ്ടത്. കാരണം നമ്മളിങ്ങനെ പേന കൊണ്ട് ചെയ്യുന്നു, പേന നമ്മളിങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് ആ വ്യക്തി നമ്മളെ മുന്നിലേക്ക് കണ്ടത്. ഇവിടെ ഐക്കോണായിട്ട് തിരിച്ചു കൊണ്ടാണ് ഒരു മെത്തേഡാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് വിൽക്കാൻ അറിയില്ല. ഓ, കുറെ കേട്ടിട്ടുണ്ടല്ലേ, എനിക്ക് വിൽക്കാൻ അറിയില്ല എന്ന്. ഇവിടെ നമ്മൾ പറയും, ഓ ഇയാളെ കിട്ടിയിട്ട് കാര്യമില്ല, ഇയാൾക്ക് പുറത്തൊന്നും വിൽക്കാൻ പറ്റില്ല, ഇയാളെ കൊണ്ടുവരേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് ആർക്കെങ്കിലും വിൽക്കാൻ അറിയാവോ? ഇല്ല. തീർച്ചയായിട്ടും പറഞ്ഞ സാറേ, ഇവിടെ സാറിന് വിൽക്കാൻ അറിയില്ലെങ്കിൽ സാറിന് അനുഗ്രഹമാണ്. കാരണം ഇവിടെ വിൽപ്പനല്ല, അല്ലേ? ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും വിൽക്കണ്ട. ഇവിടെ നമ്മൾ ആളുകളെ കൊണ്ട് അവരെ പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിച്ചാൽ മതി, അല്ലേ? പ്രൊഡക്റ്റ് വാങ്ങാൻ സഹായിക്കല്ലേ ചെയ്യുന്നത്, അല്ല നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരിക്കലും സെയിൽസ് ഇല്ല സാറേ. സെയിൽസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പിച്ചറെന്താ, ഒരു ബാഗ്, ആ ബാഗിൽ കുറെ ഉൽപ്പന്നങ്ങൾ, അത് അവർ കൊണ്ടുപോയിട്ട് വീടാന്ന് കേടി നടന്ന് അതിനെക്കുറിച്ച് പിന്നെ വാതോരാതെ സംസാരിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് അവർ പിടിപ്പിക്കാം. ഇതാണ് പല ആളുകൾക്കും സെയിൽസ് എന്നൊക്കെ പല ആളുകളെ മനസ്സിൽ വരുന്നത്. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഒരു സെയിൽസിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വിളിക്കാനുള്ളവർ പറയും, അവർ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഇതുപോലെ ബാഗിൽ തൂക്കി പിടിച്ചിട്ട് വീടാന്ന് കേറി നടന്ന് വിൽക്കാൻ അവർക്ക് അറിയില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളെ ബാങ്ക് മാനേജർ രഘുവേട്ടൻ കഴിഞ്ഞ മാസം സ്റ്റാർ ആയാണ്. രഘുവേട്ടൻ ഒരു പുറത്തന്നെ കിട്ടുണ്ടോ ചോദിച്ചു, കിട്ടുണ്ടോ? ഒരു പുറത്ത് പോലെ ആലോചിച്ചു അദ്ദേഹം സ്റ്റാറാണ്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ബിസിനസ് അല്ലല്ലോ ഇത്. ഇത് അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടെ വിൽപ്പനയില്ല, ഇവിടെ പ്രോഡക്റ്റ് നമ്മൾ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ്. ആളുകളെ അടുത്ത് നമ്മള് ഈ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അവര് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന, അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അവര് വാങ്ങുന്നു. നെക്സ്റ്റ്, ഞാൻ പിന്നീട് ജോയിൻ ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സമ്മതം. പിന്നീട് ജോയിൻ ചെയ്യാന്നല്ല പറഞ്ഞത്, അല്ലെ? നമ്മളെന്ത് ചെയ്യും? നമ്മളവിടുന്ന് സമാധാനത്തോട് പറയും, ഇത് ഡൗണിലാണ് അയാൾ ഒക്കെ കേട്ടോ, അതെന്തായാലും ചെയ്യും, കാണാതെ ചിലപ്പോൾ പിന്നീട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു, ചെയ്യില്ലാതെ പറഞ്ഞില്ലല്ലോ. ഓക്കെ ആണ്, ആളെ എന്തായാലും ജോയിൻ ചെയ്യാം, നാളെ മറ്റന്നാളെ എന്താ നമ്മൾ ജോയിൻ ചെയ്യും, ഒന്നുകൂടി ഫോളോ അപ്പ് ചെയ്താൽ പറയും. ഡൗണിലേയും പിന്നെ ഫോളോ അപ്പ് ചെയ്യും. ഡൗണിലേയും വിളിച്ച് ആ വ്യക്തി ഫോൺ എടുക്കും. ഒരു കാരണവശാൽ അയാൾ ജോയിൻ ചെയ്യും, പിന്നെ എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യും, പക്ഷെ നമ്മുടെ ടീമിലാവില്ല, അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ ഡൗട്ട് നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാത്തത് കൊണ്ടാണ് ആ വ്യക്തി പിന്നീട് ജോയിൻ ചെയ്യാം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആരുടെങ്കിലും സുഹൃത്തുക്കളോട് അഭിപ്രായം ചോദിക്കാണ്ടാവും. ഏതെങ്കിലും ഒരു വ്യക്തി സുഹൃത്തുക്കളോട് അഭിപ്രായം ചോദിച്ചിട്ട് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരാള് പോലും ജോയിൻ ചെയ്യില്ല. സുഹൃത്തുക്കളും ജോയിൻ ചെയ്തില്ല, അവരും ജോയിൻ ചെയ്യില്ല. ഇത് നമ്മൾ കുറെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവരെ അത്തരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യണം വെച്ചാൽ അവരോട് പറയാ, സാറിന് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല എങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി. സാറിന് ഈ ബിസിനസ് കാണിക്കാനുള്ള വ്യക്തികൾ ഒരു 5 or 6 വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചോളൂ. സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം അവരായിട്ട് നമ്മൾ ഒന്നിച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ മതി. അപ്പൊ നമുക്ക് ചുളിവിൽ നമുക്കൊരു ഹോം മീറ്റിംഗ് ആയി അവിടെ, അല്ലെ? ആ വ്യക്തി കുറെ ആളുകളെ വിളിക്കുന്നു. ആ വന്നതിൽ ഒരാള് ജോയിൻ ചെയ്യാൻ തയ്യാറാക്കി ഇയാൾക്ക് നോ പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഹോം മീറ്റിംഗ് ഒരു പ്ലാനായി. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നീട് ജോയിൻ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഇത് കേട്ട് പോയത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡൗട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, എന്തോ ഒരു ഡൗട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് മാത്രമാണ് അദ്ദേഹം ജോയിൻ ചെയ്യാതിരിക്കുന്നത്. പിന്നീട് നിങ്ങളോട് ജോയിൻ ചെയ്യാം. അപ്പൊ ആ വ്യക്തിനെ ഒരിക്കലും അവിടെ ഇട്ടിട്ട് പോകരുത്, അദ്ദേഹത്തോട് ചോദിക്കുക അത് എന്താണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത്. നെക്സ്റ്റ്, എനിക്ക് എന്റെ വേണ്ടപ്പെട്ടവരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം, അമ്മേനോട് ചോദിക്കണം, ബ്രദേഴ്സിനോട് ചോദിക്കണം, ഭാര്യയോട് ചോദിക്കണം. പലതും നടക്കും. എന്തെങ്കിലും ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും, അല്ലേ? നമ്മളെ സുരേഷ് കുമാർ സാറ് തലശ്ശേരി, അദ്ദേഹം ഈ ബിസിനസ് റിട്ടേൺ അടിച്ചിട്ട് തിരിച്ചു വന്നാളാ. എങ്ങനെ? അദ്ദേഹത്തിന് ബാലസുബ്രഹ്മണ്യ സാർ പ്ലാൻ കാണിച്ചു. അദ്ദേഹം വീട്ടിൽ പോയപ്പോ ആദ്യം വൈഫിനോട് പറഞ്ഞു, ഓട്ടോ ഡ്രൈവറാണ്, ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിച്ച വൈഫ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നിൽ പോയിട്ട് തല വെക്കണ്ട, നമുക്കിത് നമ്മളിങ്ങനെ കഞ്ഞി പിടിച്ച് പോയാൽ മതി, ഇതുപോലാണ് പോയിക്കോട്ടെ, ഒന്നിനും തല വെക്കണ്ട. അപ്പൊ വൈഫിന്റെ കയ്യിൽ നിന്ന് നോ കേട്ടപ്പോ അദ്ദേഹം അവിടുന്ന് ഒന്ന് മനസ്സോടെ പിന്നെ അമ്മയോട് കൂടി ചോദിക്കാം, ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല, അമ്മയോട് ചോദിക്കാൻ. അമ്മയോട് ചോദിച്ചപ്പോ അമ്മയും തന്നെ പറഞ്ഞു. ഇനിയിപ്പോ വീട്ടുകാർ സമ്മതിക്കില്ല, നാട്ടുകാർക്ക് സംഭവിച്ചാലോ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറഞ്ഞു ഇതുപോലെ പലതും വന്നു പോയിട്ടുള്ളതാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ആയിക്കോട്ടെ, ഞാനിനി ചെയ്യുന്നില്ല, അവർക്ക് ആർക്കും ഇഷ്ടമില്ല, കാരണം ഞാൻ ബിസിനസ്സിൽ ജോയിൻ ചെയ്താൽ അവരെല്ലാം കാണേണ്ടത്, താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല വിചാരിച്ചു.
നേരെ ബാലസുബ്രഹ്മണ്യ സാറ് വിളിച്ച സമയത്ത് പറയും, സാറേ ഞാൻ ചെയ്യുന്നില്ല, എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും താല്പര്യമില്ല. അദ്ദേഹത്തെ നേരെ ബാലസുബ്രഹ്മണ്യ സാർ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ പ്രോഗ്രാമിലേക്ക് വന്നു. ആ വ്യക്തി അവിടുന്ന് ആ പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി, ഇത് വേണ്ടപ്പെട്ടവരോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട ബിസിനസ് അല്ല, ഇത് വിജയിച്ച ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട ബിസിനസ് ആണ്. അല്ലെ, വിജയിച്ച ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് അദ്ദേഹത്തിനാണ് മനസ്സിലായി. അദ്ദേഹം ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ആ സുരേഷ് കുമാർ സാറ് ഇന്ന് ഒരു ടൗൺ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് താഴെ ഒരു യൂസിഡി ഉണ്ട്. അത് ദുബായിലെ ഫസ്റ്റ് യൂസിഡി മനോജ് പാറയിലെ അപ്ലൈനാണ് സുരേഷ് കുമാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഓട്ടോ ഡ്രൈവർ ബിസിനസ്സിലേക്ക് വന്ന വഴി ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പല ആളുകളും നമ്മളെ ആ റിജക്ഷന്റെ മൂലം നമ്മൾ ഒഴിവാക്കി വിടുകയാണ്. നാളെ നിങ്ങൾക്ക് ഒരു യൂസിഡിനെ തരാനോ ഒരു ക്രൗഡിനെ തരാനോ ഹെൽപ്പുള്ള ആളാണ് ആ നമ്മൾ മിസ്സാക്കി പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ കേൾക്കുന്നതാണ്, എനിക്ക് സമയം തീരെ ഇല്ല, അല്ലെ? കാരണം നമ്മള് പ്രധാനമന്ത്രിയെക്കാളും തിരക്കുള്ള വ്യക്തിയാണ്. പ്രധാനമന്ത്രിക്ക് പ്ലാൻ കേൾക്കാനുള്ള സമയം ഇദ്ദേഹത്തിന് അതുമില്ല. എല്ലാവരും പറയുന്നൊരു കാര്യം, എനിക്ക് സമയമില്ല സാറേ. എന്തുകൊണ്ടെന്ന് അറിയാം? അവർക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ബിസിനസ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മള് പ്ലാനൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുക്കും. നമ്മൾ ഒരിക്കലും കൊടുക്കേണ്ടത് ബിസിനസ് പ്ലാൻ അല്ല. അത് ബിസിനസ് പ്ലാൻ നമ്മുടെ ഗൗതം പാലി നമുക്ക് തരുന്ന പ്ലാനാണ്. നമ്മൾ കൊടുക്കുന്ന പ്ലാൻ ആ വ്യക്തിക്ക് യോജിച്ച പ്ലാനാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്ട് ആരാണോ അദ്ദേഹത്തിന് യോജിച്ച പ്ലാൻ വേണം നമ്മൾ കൊടുക്കാൻ. അദ്ദേഹത്തിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ നീഡിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ കാണിക്കാൻ. ഇപ്പൊ ആ വ്യക്തി ഒരു കാറ് വാങ്ങാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കാർ ഫണ്ട് അവിടെ ഊന്നി പറയണം. കാറ് വാങ്ങിച്ചിട്ടുള്ള ആളുകളെ കാർ ബുക്കിലൂടെ നിങ്ങളെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കണം. ഒരു ലേഡിക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് പ്ലാൻ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അംഗനവാടി ഹെൽപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത ഒരാളാണ്. അവർക്ക് നമുക്ക് ഒരുപാട് ലേഡീസിന് ബുക്ക് ഉണ്ടല്ലേ. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ലേഡീസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സതി ദേവി മേഡുണ്ട്, ആയിഷ മേഡുണ്ട്, പല ആളുകളുണ്ട്. ഇവരൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആ വ്യക്തി വരെ സമയമില്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ള അവർക്ക് ബിസിനസ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ ഒരു ബുദ്ധിമുട്ട് പറയില്ല. സമയമില്ല എന്നൊരിക്കലും അവർ പറയില്ല. നെക്സ്റ്റ്, എനിക്ക് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല സാറേ. ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാനും വിചാരിച്ചത് ഇങ്ങനെ തന്നെയാണ്. കാരണം എനിക്കും വലിയൊരു കഴിവൊന്നുണ്ടല്ലോ, ആളുകളെ ഇതെങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന എനിക്ക് കഴിവുണ്ടാവില്ല. പക്ഷേ ഞാൻ ജോയിൻ ചെയ്തു, എന്റെ സ്പോൺസർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. ഞാൻ ആളുകളെ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക, അവരുടെ കൂടെ പോയിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തോളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. അപ്പൊ ഈ വ്യക്തിക്ക് എന്തായി? കോൺഫിഡന്റ് ആയി. ഞാൻ ഒന്നും ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു, ഞാൻ അവരെ കൂടെ പോയാൽ മതി. അല്ലേ? നിങ്ങളെല്ലാവരും അങ്ങനെ വന്നുള്ള ആൾക്കാരല്ലേ? ഇന്ന് നിങ്ങൾ എത്ര പേര് പ്ലാൻ കാണിക്കുന്നുണ്ട്? അല്ലേ? നമ്മളല്ലാതെ ആ ഒരു വാക്ക് വിശ്വസിച്ചുള്ള വന്നുള്ളത് എല്ലാവരും അങ്ങനെ, ഞാനടക്കം അങ്ങനെ വരുന്നതാ. ഈ ശ്രീദാസ് സുധീഷ് എന്റെ വീട്ടിലോട്ടാണ്. ചേട്ടാ നിങ്ങൾ ആംബേ ചെയ്തെന്ന പോലെ ആവില്ല. ഇവിടെ നിങ്ങൾ അങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യുന്നതും വേണം, നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ട്, ഇപ്പോഴും കൂടെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്വയം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുവരെ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അല്ലെ? അപ്പൊ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർ പറയുന്ന സമയത്ത് ഒരിക്കലും അവർ നമ്മൾ വിട്ടുപോകരുത്. അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം. എന്റെ കയ്യിൽ പണമില്ല, എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, എന്റെ കയ്യിൽ പണമില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, ഓ ഇയാളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, ഇയാളെ കയ്യിൽ പൈസ ഒന്നുമില്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റും. സാറിന് പണമില്ലാത്തതല്ലേ, സാറ് പണം ഉണ്ടാക്കാനാണ് ഈ ബിസിനസ്. സാറ് പണമില്ലാന്ന് പറയുമ്പോ സാറ് പണം വേണ്ടേ? അല്ലെ? പണം വേണ്ട. എന്നും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? സാറിന് പണം വേണ്ട. സാറിന്റെ ആവശ്യമായ നീട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല കാറ് വാങ്ങാൻ, നല്ല വീടൊക്കെ ഉണ്ട്. സാറിന് പണം വേണ്ടേ? തീർച്ചയായിട്ടും പണം വേണം സാറേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഇത് അതിനു വേണ്ടി ചെയ്യുന്ന ബിസിനസ്സാണ്. എനിക്ക് സമയമില്ല എന്ന് ഇത് അതിനു വേണ്ടി ചെയ്യുന്ന ബിസിനസ്സാണ്. കാരണം അവർക്ക് എന്താണോ വേണ്ടത്, അത് നേരത്തെ പറഞ്ഞത് നീഡ് ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. അവർക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് മനസ്സിലാക്കുന്നത് അവിടെ പ്രോബ്ലം സോൾവ് ആയി. എനിക്ക് ആളുകളെ പരിചയമില്ല.
ചിലപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ ഫോൺ ലിസ്റ്റ് കോൺടാക്ട് ലിസ്റ്റ് എടുത്താൽ അദ്ദേഹത്തിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ 300-ൽ മേലെ ആളുകളുണ്ടാവും. എന്നാലും അവർ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ആളുകളെ പരിചയമില്ലാതെ എല്ലാവരും പറയുന്നൊരു വാക്കാണ്. അവരടുത്ത് പറയാം, സാറേ ഇത് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്ന ബിസിനസ്സാണ് അല്ലേ? ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ഈ ഹോളിലേക്ക് വരുമ്പോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈനും ഡൗൺലൈനും മാത്രം അറിയുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് എത്ര പേര് അറിയാം? എല്ലാവരും. അപ്പൊ കുറെ ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങളെ കൈ കിട്ടിയുള്ളത് അല്ലെ? ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് കേരളത്തിൽ ഒരുപാട് പേരെ എനിക്ക് അറിയുന്നു. എനിക്ക് എവിടെ പോയാലും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ പറയുന്നതാണ്, സാറേ ഞാനിന്ന് കേരളത്തിലെ ഏതൊരു മുക്കിലും അതായത് ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് ഞാൻ പോയി പെട്ടാലും രാത്രി ഒരു വണ്ടി കിട്ടാതെ ഞാൻ എവിടെ പോയി പെട്ടാലും എനിക്കൊരു ഫോൺ കോൾ മതി. ഞാൻ എന്റെ അപ്ലൈനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോയി താമസിപ്പിക്കാൻ വണ്ടി ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്നെ ആരും അറിയില്ലായിരുന്നു. ഇന്ന് എന്നെ ഒരുപാട് ആളുകൾ അറിയാം. ഇന്ന് എനിക്ക് ഇന്ത്യ മുഴുവൻ എവിടെ സഞ്ചരിച്ചാലും എനിക്കൊരു പേടി കൂടാതെ സഞ്ചരിക്കാൻ എന്നെ ഒരുപാട് ആളുകൾക്ക് അറിയാം. ഇതൊരു പോസിബിലിറ്റി അല്ലേ? ഇതിലൊരു മറുപടി ആണോ? ആണോ? എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ? ഇത് നമ്മൾ കുറെ അധികം എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്താ നമ്മൾ പറയാം? തീർച്ചയായിട്ടും സാറിന് വിജയിക്കാൻ സാധിക്കും. കാരണം എനിക്കും ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും നിങ്ങൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് നിങ്ങളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, സാറേ എനിക്ക് ഡൗട്ട് ഉണ്ടാകും, എനിക്ക് ഡൗട്ട് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ എനിക്ക് ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? അത് ഇപ്പൊ ഇല്ല എന്നുള്ളതല്ലേ അല്ലെ? അത് മാറി. ആ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഡൗട്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഞാനിപ്പോ വിജയിച്ചു. അതല്ലേ അല്ലെ? നമ്മളിപ്പോ വിജയിച്ചിട്ട് എനിക്ക് ആ ഡൗട്ട് ഉണ്ടായിരുന്നു വിജയിക്കാൻ സാധിക്കാന്നുള്ളത്. പക്ഷെ ഞാൻ നിരവധി പ്രോഗ്രാമുകൾ പങ്കെടുത്തു, വിജയിച്ച ആളുകളുമായി ഞാൻ കൂടിക്കാഴ്ചകൾ നടത്തി, അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഞാനത് ഫോളോ ചെയ്തു. ഞാനും ഈ ബിസിനസ്സിലൂടെ വിജയിച്ചു. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ വിജയിച്ച ആളുകളുമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ഞാനും വിജയിക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങളിപ്പോ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയോ നിങ്ങൾക്ക് നാളെ മുതൽ പറയാൻ പറ്റും അല്ലെ? കാരണം നിങ്ങൾ അവരടുത്ത് പറയാ ഞാൻ എന്തായാലും ബിസിനസ് വിജയിക്കും. കാരണം ഞാൻ ഇന്ന് അസോസിയേറ്റ് ചെയ്ത് വിജയിച്ച ആളുകളുടെ കൂടെ വിമൻ ടീമിന്റെ കൂടെയാണ്, ശ്രീദാസ് കടലൂരിന്റെ ടീമിലാണ്, സുധീഷ് നാഗാന്റെ ടീമിലാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ബിസിനസ് വിജയിച്ചിരിക്കും. ഇത് സ്ത്രീകളുടെ ബിസിനസ് ആണോ അല്ലെ? അത് സ്ത്രീകൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ പുരുഷന്മാർ കുറെ ആളുകൾ കേട്ടിട്ട് സ്ത്രീകൾ ചെയ്ത്. കാരണം എന്താ? നമ്മളെ ഈ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ വിജയിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് സ്ത്രീകൾ നല്ല വരുമാനം ആയിക്കൊണ്ടിരിക്കുന്ന വിജയിച്ചു. അപ്പൊ അവരെ കുറ്റം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് തോന്നും, സാറേ ഇത് സ്ത്രീകളുടെ ബിസിനസ് അല്ല, ഇത് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഫാമിലിയോടൊപ്പം എല്ലാവരും ഫാമിലി മൊത്തം ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണിത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അല്ല സ്ത്രീകളെ മാത്രം ബിസിനസ് അല്ല, അവർക്കൊരു ചെറിയ ചമ്മൽ. കാരണം സ്ത്രീകളെ ബിസിനസ് ആണോ ഞാൻ ചെയ്യാൻ വരുന്നത് തോന്നൽ, അത് നമ്മൾ മാറ്റി കൊടുക്കണം. പക്ഷെ ഇത് ഒരുപാട് സ്ത്രീകൾ രക്ഷപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകൾ നല്ല വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ ബിസിനസ്സിലെ ഫാമിലി ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ഈ വിജയിച്ച സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫാമിലിയിലുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവർ വിജയിച്ചത്. അപ്പൊ ഫാമിലി ബിസിനസ് ആയോ? അല്ലേ? ആ സ്ത്രീകളെ വിജയിക്കാൻ കാരണം ആരുടെ സപ്പോർട്ട് വേണ്ട? ഫാമിലിയുടെ സപ്പോർട്ട് വേണ്ട. അപ്പൊ ഫാമിലി ബിസിനസ് ആയതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മളെന്തെയും നമുക്ക് മനസ്സിലായി, ആ വ്യക്തിക്ക് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലായി ഞാനും ഫാമിലി ആയിട്ട് ചെയ്യേണ്ട ബിസിനസ് ആണ്. നാളെ എന്റെ ഭാര്യനെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇത് ഈ 3 ചോദ്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ഇതിലെല്ലാം അടിസ്ഥാനമായിട്ട് വരുന്നത്. ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചില്ലെങ്കിൽ എന്താ ആ വ്യക്തിക്ക് തോന്നണം, ഓ ഈ ഒരു ബിസിനസ് ഞാൻ ഇത്രയും പവിത്രമായ ബിസിനസ്, ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവും? എപ്പോഴും നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ടല്ല നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എപ്പോഴും വ്യാകുലത അല്ലെ? നിങ്ങൾക്ക് ഒരു 5000 രൂപ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, ചെറിയ സന്തോഷം ഉണ്ടാവും അല്ലെ? 5000 രൂപ നിങ്ങൾ പോക്കറ്റ് അടിച്ചു, ഉറക്കം നഷ്ടപ്പെട്ടില്ലേ അല്ലേ?
2,500 5,000 കിട്ടിയതും പോയി. അപ്പൊ നമുക്ക് ഇന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് എപ്പോഴും അത് കൂടുതൽ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് ഈ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുന്നുള്ള ബോധം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം. ഇത് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല നമ്മൾക്കും ഈ ബോധം ഉണ്ടായിരിക്കണം. ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ എന്താണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മൾ ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതായത് ഈ ബിസിനസ് തുടങ്ങി അദ്ദേഹം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങി നിങ്ങൾ ജോയിൻ ചെയ്ത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല, ബിസിനസ് ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പല ആളുകളും ചെയ്ത് ഇതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല വ്യക്തികളും വിജയിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബോധം നമ്മൾക്കും വരുത്താൻ പറ്റും, അദ്ദേഹത്തിനും വരുത്താൻ പറ്റും. കാരണം അദ്ദേഹത്തിന് നമ്മൾ പ്രൊഫൈൽ ഓഫ് സക്സസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത്, അല്ലേ? ഇതില് ഈ പ്രൊഫൈൽ ഓഫ് സക്സസിന്റെ കാര്യം കൂടി കാണാം. നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ലാസ്റ്റ് പേജിൽ ഒരു ഹു ഈസ് ദ നെക്സ്റ്റ്, അല്ലേ? ഇത് നിങ്ങൾക്കാവാം, നിങ്ങളുടെ പ്രോസ്പെക്റ്റിനാവാം. സാറേ അവരടുത്ത് പറയുമ്പോ നമ്മൾ പറഞ്ഞത് സാറ് ഈ കോളം മനസ്സിലായോ? ഇത് നാളെ സാറിന്റെ ഫോട്ടോ വരാനുള്ളതാണ്. ഈ കോളത്തിൽ സാറിന്റെ ഫോട്ടോ വരാനുള്ളതാ. അത് എന്നും തുറന്നു നോക്കിയിട്ട് നമ്മളോട് പറയാം, ഓ നാളെ എന്റെ ഫോട്ടോ ആണല്ലോ അതിൽ വരാനുള്ളത്. നാളെ എന്റെ ഫോട്ടോ ഇതിൽ ഈ ബുക്കിൽ എന്റെ ഫോട്ടോ വരാനുള്ളത്. അതിന് എനിക്ക് വേണ്ടിയിട്ടാണ് മിന്നിന്റെ മോഡൽ കോളം ബാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, എനിക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ സാധിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ? നമ്മൾ അതിലാണ് നമ്മൾ പ്രൈമറി മോട്ടിവേറ്റഡ് ഫാക്ടേഴ്സ് പറഞ്ഞു, അല്ലെ? പ്രൈമറി മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് അവർക്ക് ഈ ബിസിനസ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടുമെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ബിസിനസ്സിലൂടെ ജോയിൻ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും. ഇത് പ്രോസ്പെക്റ്റിനാണോ നമ്മൾക്കാണോ ഏറ്റവും കൂടുതൽ ബോധ്യം വേണ്ടത്? നമ്മൾക്കല്ല, എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ട് പറയും എനിക്കാണ് ബോധ്യം വേണ്ടത്. ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാനാണ്, എന്റെ കുടുംബമാണ് രക്ഷപ്പെടുന്നത്, ഞാനാണ് രക്ഷപ്പെടാൻ പോകുന്നത്, എന്റെ കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത്. എനിക്കാണ് കാരണമാണല്ലോ വേണ്ടത്, എനിക്കാണ് ഹസ്ബൻഡ് കിട്ടുന്നത്, എനിക്കാണ് വേറെ ട്രിപ്പ് പോകുന്നത്, എനിക്കും എന്റെ വൈഫിനുമാണ് വേറെ ട്രിപ്പ് പോകാൻ സാധിക്കുന്നത്, എനിക്കാണ് അടുത്ത തലമുറയ്ക്ക് കാഴ്ച വെക്കാൻ പറ്റുന്ന സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ കാലങ്ങളും നിങ്ങൾ കാണുന്നത് ഈ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ചെയ്യാനുള്ള ഒറ്റ തീരുമാനമാണ് നിങ്ങളുടെ മുന്നിലെടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ പോയപ്പോഴെങ്കിൽ അത് ഇന്ന് ലീഡർ ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക? കാര്യങ്ങളെല്ലാം രാവിലെ മുതൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയില്ല. ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം അറിയണേ വേണ്ടേ?